ഇത് വഴക്കിന്റെ മാർഗമല്ല. സുവിശേഷം ഒരു വീട്ടിൽ വന്നാൽ ആ വീടിന് സമാധാനമാണ്, വഴക്ക് മാറും. ഭാര്യയും ഭർത്താവും അന്യോന്യം തെറി പറയുകയും ഭർത്താവ് തല്ലാൻ ചെല്ലുമ്പോൾ ഭാര്യ ചട്ടുക എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ടാകും. ചോറ് താടി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് തടയെന്ന് ചോറെടുത്ത് കൊണ്ട് ആവി പറക്കുക. എന്ത് വാടി ഇത് മീനച്ചൂടാന്നും പറഞ്ഞ ഒരു ഇടി. മീനച്ചൂട്, മീനമാസത്തിലെ ചൂട് പോലാന്ന് ചോറ്, കൈയിടാൻ മേല. അവര് തടയെന്ന് കൊണ്ട് കൊടുത്തത് മീനച്ചൂട് പോലാന്ന് ഈ ചോറ് തരുന്നു. രണ്ടും രക്ഷിക്കപ്പെട്ടതല്ല. ഉടനെ തള്ള എന്നെ അടുത്തു ഒരു മൊന്തക്കകത്ത് വെള്ളം കൊണ്ട് അതിലോട്ടങ്ങ് ഒഴിച്ചു. എന്നാ തേണ്ട ചൂടാന്നെങ്കിൽ മഴ പെയ്യാന്ന്. നേരത്തെ അയാളും വിട്ടുകൊടുത്തില്ല. മഴയുണ്ടെങ്കിൽ ഇടിയുണ്ടടി എന്ന് പറഞ്ഞ് കുടുംബിക്ക് പിടിച്ചേച്ചതല്ലേ. മഴ മാത്രമല്ല നല്ല ഇടിയുണ്ടെന്ന്. തള്ളയും വിട്ടില്ല. തള്ളയകത്ത് നിന്ന് തീക്കൊള്ളി എടുത്തേച്ച് പറഞ്ഞ് കൊള്ളിയാൻ മിന്നുന്നുണ്ടെന്ന് അയാളെ കുത്തി. സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. ഇത് സമാധാനം തരും. വായിച്ചോ 6:14 എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-15 തിരുവെഴുത്തുകൾ അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത 2. ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. എന്തോ സമാധാനമാ? സകല ബുദ്ധിയെയും കവിയുന്ന അതാ സമാധാനം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അതിന് ഉദാഹരണം കർത്താവ് തന്നെ. കർത്താവ് ഈ ഒലിവമല പ്രഭാഷണവും ഗിരിപ്രഭാഷണവും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്രൂശീകരണത്തിന് മുൻപ് യേശു കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരോട് പറയുകയാ, എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലല്ല എന്റെ സമാധാനം. ഇത് കർത്താവ് പറയുമ്പോൾ തന്നെ ന്യായമായി പഠിച്ചാൽ യേശു പീഡ അനുഭവിക്കാൻ പോവുക. കർത്താവിനറിയാം, ഒലിവുമലയെ ചെല്ലും, ഗെത്സമനെ ചെല്ലും, പ്രാർത്ഥിക്കും, വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളുമായിട്ട് ആൾക്കാർ കയറി വരും, പിടിക്കും, പിടിച്ചു കെട്ടും, ഉപദ്രവിക്കും, ആക്ഷേപിക്കും, പരിഹസിക്കും. അതിനുശേഷം കോടതികൾ മാറി മാറി വിസ്തരിക്കും, കാർക്കിച്ച് തുപ്പും, മുഷ്ടികുരുട്ടി ഇടിക്കും, കന്നത്തടിക്കും, കണ്ണു മൂടിക്കെട്ടി കന്നത്തടിക്കും, മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കും, മുൾക്കിരീടം കൊണ്ടുവന്ന് അടിച്ച് കണ്ണ് വെളിയിലോട്ട് ഉന്തി വന്നെന്ന അങ്ങനെയൊക്കെ സംഭവിക്കും. മുതുക് ഉടവജാല പോലെ നീളത്തിൽ കീറും. ഒടുവിൽ പീലാത്തോസിന്റെ കൽത്തുളം മുതൽ നടന്ന് കുരിശുമലും ചുമന്ന് കാൽവറിയിലെത്തും. 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുമ്പാണുകൾ തറയ്ക്കപ്പെട്ട് കിടക്കും. അവിടെ കിടന്ന് വെള്ളം ചോദിക്കും, ദാഹിക്കുന്നെന്ന് പറയും. കയ്പുകാടി കണ്ടിവെണ്ണ കലർത്തിയ വെള്ളം കൊണ്ട് കൊടുക്കും. ഇത് രുചിച്ചു നോക്കിയെന്നാ. ഇതൊക്കെ സംഭവിക്കും. മാത്രമാണോ, ഈ ഭൂമി കുലുങ്ങും, ദേവാലയത്തിലെ തിരശ്ശീലയ്ക്ക് ചീന്തും, പാറ പിളരും, കല്ലറ തുറക്കപ്പെടും. ഒടുവിൽ മരിച്ചെന്ന് ഉറപ്പ് വരുത്തും. ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിടും. മരിച്ചെന്ന് ഉറപ്പ് വരുത്താൻ വിലാപ്പുറത്ത് കുത്തും, രക്തവും വെള്ളവും ചാടി പുറപ്പെടും. ഇതെല്ലാം യേശുവിന് അറിയാം. ഈ അനുഭവത്തിലോട്ടാ പോകാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോഴും യേശു പറയുകയാ, എന്റെ സമാധാനം. അപ്പൊ ഇത് അനുഭവിക്കുമ്പോഴും ഇത് സഹിക്കാൻ പോകുമ്പോഴെല്ലാം സമാധാനത്തോടാ. ഇതാ നമുക്കുള്ള സമാധാനം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കടഭാരമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, പാലിച്ച കടമുള്ളവരുണ്ട്, വിവിധ വിഷയങ്ങൾ രോഗപീഠകളുള്ളവരുണ്ട്. ഒരുപക്ഷെ ചിലർക്ക് ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടിയിരിക്കാം, അവയവങ്ങൾ ചിലപ്പോൾ മുറിച്ച് നീക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതെല്ലാം ഉണ്ട്. എന്നാലും സമാധാനമാണ്. അതാ യേശുവൻ എന്നാ സങ്കടപ്പെട്ടിരിക്കുന്ന സമാധാനമില്ലേ? സമാധാനമില്ലേ? അപ്പൊ ഇന്ന് രാത്രി ഓർക്കുക, സുവിശേഷത്തിന്റെ വിശേഷത 2, ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളെല്ലാം ഉണ്ടെങ്കിലും എന്ത് സമാധാനത്തോടായിരിക്കുന്നേ?
അതെന്താ? സുവിശേഷം സമാധാനം തരുന്നത്. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ അവന് സമാധാനമാണ്. ഒരു വീട്ടിലെത്തിയാൽ ആ വീടിന് സമാധാനമാണ്. ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഈ മൈക്ക് ഈ അമ്മമാരുടെ കയ്യിലോ ഈ സഹോദരന്മാരുടെ കയ്യിലോ കൊടുത്താൽ അവരിങ്ങോട്ട് കയറി പറയുന്നത് ഇതായിരിക്കും: ഒരിക്കൽ സമാധാനമില്ലായിരുന്നു, യേശു സമാധാനം. ഇതെല്ലാവർക്കും പറയാനുള്ളത്. അപ്പൊ സുവിശേഷം തന്നെയല്ല, ഇത് സമാധാനത്തിന്റെ മാർഗമാണല്ലോ. അതെ. ഉദാഹരണം, നമ്മളൊരു യോഗം നടത്തുമ്പോൾ ആരേലും ഒരു പൂഞ്ഞാൻ വന്ന് ഇവിടെ നടത്താനൊക്കത്തില്ല, പോ കെട്ടും കെടുത്ത് ഉടനെ തന്നെ നമ്മുടെ ഉപദേശിമാര് ആ ലഘുലേഖയും ടൂ വീലർ ചെറിയ മൈക്ക് കൊടുത്ത് ഉടനെ പോവുക, ഇല്ലയോ? അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. നേരത്തെ ആയിരുന്നല്ലോ ഇവൻ പോവുമോ ഒരു നടക്ക്? ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പാണെങ്കിൽ ഇവൻ ഒരു നടക്ക് പോകുമോ? ഉടനെ ചോദിക്കും, എന്നാടാന്ന് ചോദിക്കും. എന്നാ? പണ്ട് ഞങ്ങൾക്കൊരു തള്ളയുണ്ടായിരുന്നു, വലിയ തൻ്റെ അടുത്ത് തള്ളയാണ്. അവരിപ്പോഴും ഉണ്ട്. അവരിപ്പം നല്ല ദൈവവൈതലായി തീർന്നു. ആയ കാലത്ത് ഭയങ്കര അഭ്യാസമൊക്കെ പഠിച്ച അമ്മയാണ്. ഇപ്പം 100 വയസ്സുണ്ട്. അവരുടെ ആയ കാലത്ത് ആരെ അടിക്കുന്ന തള്ളയായിരുന്നു. അഭ്യാസവും അറിയാം, ആരോഗ്യമുണ്ട്. ചിലക്ക് ആരോഗ്യമുണ്ടേ അഭ്യാസം അറിയത്തില്ല. അഭ്യാസം അറിയാമെങ്കിൽ ആരോഗ്യം തള്ളയ്ക്കത് രണ്ടുമുണ്ട്. അപ്പം ഞാനൊരിക്കൽ ഈ അമ്മയോട് ചോദിച്ചു, അമ്മ മുളമൂട്ടിലെ വക്കീലിനെ തല്ലിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാ? പണ്ട് പാർട്ടിക്കാരിയായിരുന്നു, ഇപ്പോഴല്ല, വർഷം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. മുളമൂട്ടിലെ വക്കീലിനെ അമ്മ തല്ലിയിട്ടുണ്ടെന്ന് ഞാൻ. പിന്നെ അവനെ കാലുമടക്കി അടിച്ച് കയറി. അവനെ 6 അടി പൊക്കമുണ്ട്. ഞാൻ അടിച്ചു. പിന്നെ കാലുമടി ഞാൻ അങ്ങോട്ട് മുച്ചവിടെ കയറുന്നുണ്ട്. കാലുമടക്കി 6-ാം മൈൽ പതപ്പയ്ക്ക് അടിച്ച് താഴെ ഇട്ടെന്ന്. അപ്പം അതിനെ മർമ്മസ്ഥലമൊക്കെ തള്ള എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അടിക്കണമെന്ന്. നമ്മൾ ചെയ്യത്തില്ല. എന്നാ? ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. നമ്മുടെ പതപ്പയ്ക്ക് അടിച്ചാലും നമ്മൾ മിണ്ടുകയല്ല, സ്തോത്രം പറഞ്ഞു പോരുകയുള്ളൂ. അപ്പൊ അമ്മ ആയ കാലത്ത് ഇങ്ങനെയൊക്കെ പയറ്റി തെളിഞ്ഞ അമ്മയാ. പക്ഷെ ഇപ്പോൾ ആ അമ്മ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ആരെങ്കിലും ചെന്ന അമ്മ സ്തോത്രമേ പറയൂ. അതെന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതെ. നമ്മളെ ഉപദ്രവിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും പരിഹസിക്കുന്നവരും യോഗം നടക്കുമ്പം അതിനകത്ത് കയറി അലമ്പുണ്ടാക്കുന്നവരും ട്യൂബ്ലൈറ്റ് തല്ലി പൊട്ടിക്കുന്നവരും ബൈബിള് പറിച്ചു കീറുന്നവരും കാലുമടക്കി ബൈബിൾ അടിച്ച് ഊരക്കളയുന്നവരും ഉപദേശിമാരെ കൊങ്ങായിക്ക് പിടിക്കുന്നവരും ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരൊക്കെ ഒത്തിരി ഉണ്ട്, പലയിടങ്ങളിലും ഉണ്ട്. ആരും തിരിച്ചടിക്കാറില്ല, ഒന്നും പറയുന്നില്ല. പലരും ഇത് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതെന്നാ? തിരിച്ചടിക്കാൻ ആരോഗ്യമില്ലാഞ്ഞിട്ടാണ്. ഒരടിക്കുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, ഇല്ലേ? പണ്ട് ഞങ്ങളുടെ ഒരു ഉപദേശി പീലിക്കുഞ്ഞെന്ന് പറയും. പീലിക്കുഞ്ഞ് സൂചാട്ടം പറഞ്ഞപ്പോൾ ഒരുത്തം വന്ന അയാൾ പണ്ട് അഭ്യാസിയായിരുന്നു, പൊന്തപ്പുഴ പീലിക്കുഞ്ഞ്. വലിയ അഭ്യാസിയും വലിയ തൊടുമർമ്മം അറിയാമായിരുന്നു പുള്ളിക്ക്. തൊടുമർമ്മം ഇത് തല്ലാൻ വന്നവൻ അറിഞ്ഞില്ല. അവനെങ്ങാണ്ട് പുറത്താണ്ട് പരുവക്കേട് പിടിച്ച് ഉപദേശിയായിരുന്നു. ഇവിടെ പോടോന്നും പറഞ്ഞു. അപ്പോൾ അടിക്കാൻ ചെന്നപ്പം പുള്ളി മോനെ കുഞ്ഞെ അടിക്കരുതെന്ന് പറഞ്ഞ് തടഞ്ഞ് അടി വന്നപ്പോൾ തടഞ്ഞപ്പോൾ പിന്നെ അവൻ ഇങ്ങനെ പോവുക. ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു. പിന്നെ പുള്ളി അടിച്ചില്ല, അടി വന്നപ്പം തടഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ തിരിച്ചടിക്കത്തില്ല. തെറി പറഞ്ഞാൽ തിരിച്ച് തെറിയൊന്നും പറയത്തില്ല. എന്നാ? ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് നിങ്ങളോടും അതാ പറയാനുള്ളത്. എന്ത്? തിരിച്ചൊന്നും പറയരുത്, തല്ലുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, അനാവശ്യം പറയരുത്, തെറി പറയരുത്, ചീത്തയൊന്നും വിളിക്കരുത്. ആരെയും നമ്മളെ ഉപദ്രവിക്കാനോ ആക്ഷേപിക്കാനോ വന്നാൽ സ്തോത്രം പറഞ്ഞോണം. നല്ല ശേലായി. ഇപ്പൊ നിങ്ങൾ പറയാ തനിക്ക് പറഞ്ഞേച്ചങ്ങ് പോയാ മതി, ഞാനായിവിടെ. അതിന് കാരണം പറയാം. ഇത് വഴക്കിന്റെ മാർഗമല്ല. സുവിശേഷം ഒരു വീട്ടിൽ വന്നാൽ ആ വീടിന് സമാധാനമാണ്, വഴക്ക് മാറും. ഭാര്യയും ഭർത്താവും അന്യോന്യം തെറി പറയുകയും ഭർത്താവ് തല്ലാൻ ചെല്ലുമ്പോൾ ഭാര്യ ചട്ടുക എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ടാകും. ചോറ് താടി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് തടയെന്ന് ചോറെടുത്ത് കൊണ്ട് ആവി പറക്കുക. എന്ത് വാടി ഇത്? മീനച്ചൂടാന്നും പറഞ്ഞ ഒരു ഇടി. മീനമാസത്തിലെ ചൂട് പോലാന്ന് ചോറ് കൈയിടാൻ മേല. അവര് തടയെന്ന് കൊണ്ട് കൊടുത്തത് മീനച്ചൂട് പോലാന്ന് ഈ ചോറ് തരുന്നു. രണ്ടും രക്ഷിക്കപ്പെട്ടതല്ല.
ഉടനെ തള്ള എന്നെ അടുത്തു ഒരു മൊന്തക്കകത്ത് വെള്ളം കൊണ്ട് അതിലോട്ട് അങ്ങ് ഒഴിച്ചു. എന്നാ തേണ്ട ചൂടാന്നെങ്കിൽ മഴ പെയ്യാന്ന്. നേരത്തെ അയാളും വിട്ടുകൊടുത്തില്ല. മഴയുണ്ടെങ്കിൽ ഇടിയുണ്ടടി എന്ന് പറഞ്ഞ് കുടുംബിക്ക് പിടിച്ചേച്ച് നല്ല മഴ മാത്രമല്ല നല്ല ഇടിയുണ്ടെന്ന്. തള്ളയും വിട്ടില്ല. തള്ള അകത്ത് നിന്ന് തീക്കൊള്ളി എടുത്തേച്ച് പറഞ്ഞ് കൊള്ളിയാൻ മിന്നുന്നുണ്ടെന്ന്. അയാളെ കുത്തി. ഇത് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ, മനസ്സിലായോ? എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ സമാധാന സുവിശേഷം വന്നു കഴിഞ്ഞാൽ ചൂടാന്ന് പറഞ്ഞ് ബഹളമുണ്ട്. അയ്യോ എൻ്റെ അച്ചായ ഞാനിപ്പോൾ എടുത്തതേ ഉള്ളു. പഴയ രീതി വെച്ച് പറയാം, ഞാനിപ്പം മുറവെടുത്തോണ്ട് വന്നൊന്ന് വീശി. അതാ സമാധാനത്തിന്റെ മാർഗമാണ്. അല്ലെങ്കിൽ വിശറി ഉണ്ടേ ഒന്ന് വീശി, അല്ലെങ്കിൽ ഒരു മുഴുത്ത പാത്രം കൊണ്ട് വന്ന ചോറ് ആ പാത്രത്തിലോട്ട് വിടർത്തിയിട്ട്. ഇതാ സുവിശേഷത്തിന്റെ വിശേഷത. ഇത് വരാതിരുന്നപ്പോഴാ തീക്കൊള്ളിയും ഇടിയും ഒക്കെ. അത് നേരത്തെ. ഇപ്പൊ ഇത് സുവിശേഷം കേട്ട് കഴിയുമ്പോഴെല്ലാം സമാധാനമാണ്, ഇല്ലേ? ഭർത്താവ് അല്പം കോപിച്ചെന്ന് കണ്ട ഉടനെ മിണ്ടുകയല്ല, ഇല്ലേ? ഭാര്യ അല്പ ഇടമ്പനാന്ന് കണ്ട ഭർത്താവ് ഒന്ന് വണ്ടി എടുത്തോണ്ട് എവിടോട്ടെങ്കിലും പൊക്കോണം. തിരിച്ചു വരുമ്പോ എന്തേലും മേടിച്ചോണ്ട് വരണം, അവർക്ക് ഇഷ്ടമുള്ളത്. അന്നേരം ഒരു പരുവത്തിലൊക്കെ ആകും. ഒന്നും അറിയാൻ മേല. ഇത് സുവിശേഷത്തിന്റെ മാർഗം ഇതാണ്. ഇത് അലോക്യം ഉണ്ടാക്കുന്നതല്ല, ബഹളം ഉണ്ടാക്കുന്നതല്ല, സമാധാനമാണ്. നീന്നധികം തന്നിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാം പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികൻ ഇല്ലറിക. എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ. യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടട്ടെ. അപ്പം സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ആ സമാധാനം അനുഭവിക്കുന്നവര് കരമുയർത്തി നന്നായിട്ട് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉണ്ടോ? സമാധാനമാണ്. ആട്ടെ, ദീർഘമാക്കുന്നില്ല. ഞാൻ ഇന്ന് 9 മണിക്ക് പ്രസംഗം നിർത്താനായിരുന്നു. 7-ന് തന്നാൽ 9-ന് നിർത്താമല്ലോ എന്നൊരു ചിന്തയല്ല നേരത്തെ വന്നത്. എന്നാലും പല കാര്യങ്ങളല്ലേ, ഒടുവിലത്തെ ദിവസവും ഈ മഹായോഗത്തിൻ്റെ സമാപന ദിവസവും പല കാര്യമുണ്ടതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരു 9:15 നിർത്തും. മതി, ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. നന്നാകാനാന്നേ ഒറ്റ വാക്യം മതിയല്ലോ. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗം.